ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ എന്താ പറയുക, എനിക്ക് കുറച്ച് ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഞാനെപ്പോഴും ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം ചെയ്യാമെന്ന്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ജേർണലിങ് ചെയ്യാറുണ്ടോ? ഞാനാണെങ്കിൽ എനിക്ക് ബോറടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുള്ളപ്പോൾ അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് എന്താ പറയുക, ലൈക്ക് ഹാപ്പി ആക്കണം, മാറ്റണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ജേർണലിങ് എന്ന് പറയുന്നത്. സോ ഞാൻ ഒരു എന്താ പറയുക ചെറിയ BTS ഫാനാണ് ഗൈസ്. സോ അപ്പം ഞാൻ ആദ്യമൊക്കെ BTSൻ്റെ ജേർണലിങ് ചെയ്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതും പക്ഷെ ഡെയിലി ചെയ്യാറില്ല, വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ബോറടിക്കുമ്പം അല്ലെങ്കിൽ എന്താ പറയുക വേറെ ഒരു ജോലിയും ചെയ്യാനില്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും ജേർണലിങ് ചെയ്യാറുണ്ട്. സോ അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കുറച്ച് കാണിച്ചു തന്നത്. സോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ജേർണലിങ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ പറയുക, നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പാഠങ്ങളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ അതിങ്ങനെ ജേർണലിങ് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ജേർണലിങ് സാധാരണ ചെയ്യാറ്. ആൻഡ് ഇന്നത്തെ എൻ്റെ ജേർണലിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഞാൻ പെട്ടെന്ന് തോന്നിയപ്പോൾ ലൈഫിൽ നമ്മൾ ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമുക്കിത് വേണ്ട എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇല്ല, നമ്മളിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് സക്സസ് ആവും. സോ സ്റ്റോപ്പ് ചെയ്യാതെ മുമ്പോട്ട് പോവുക. ആൻഡ് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്ക് വിഷമമുണ്ടെങ്കിൽ വിഷമിക്കുന്നതിൽ കുഴപ്പമില്ല ഗൈസ്, പക്ഷേ പിന്നെ ഒരിക്കലും അതേ സെയിം കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. സോ ആ 2 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ എൻ്റെ ജേർണലിങ്ങിൽ ഞാൻ പഠിച്ച 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ ജേർണലിൽ എഴുതി വെച്ചു ഗൈസ്. സോ ഇന്നത്തെ എഴുതത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. ബൈ ബൈ, ലവ് യു.